ബീഡ്സ് ആൻഡ് ത്രെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. ഇതിനൊരു അടിപൊളി പാർട്ടി വെയർ ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമായി വേണ്ടുന്നത് കട്ട് ബീഡ്സ്, സ്ക്വയർ ഷേപ്പ് മിറർ ഒട്ടിക്കാനായിട്ട് ഫാബ്രിക് ഗ്ലൂ, മിററിന് ചുറ്റും തയ്ക്കാനായിട്ട് ആങ്കർ ത്രെഡ്, ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാദാ ത്രെഡ്, നീഡിൽ നമ്പർ 9. 1.25 ഇഞ്ച് വീതിക്ക് നെക്കിന് ചുറ്റും ഇതുപോലെ പോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കാം. അതുപോലെ 2 സ്ലീവിൻ്റെ അറ്റത്തും 1.25 ഇഞ്ച് വീതിക്ക് പോയിൻ്റ് ചെയ്ത് വരയ്ക്കാം. ഫാബ്രിക് ഗ്ലൂ കുറേശ്ശെ തേച്ചിട്ട് അതിൻ്റെ പുറത്ത് മിറർ ഇതുപോലെ വെച്ച് പിടിപ്പിക്കാം. ഇത് ഉണങ്ങാനായിട്ട് ഇച്ചിരി സമയം കൊടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഗമ്മ് മിററിൻ്റെ എല്ലാ വശത്തും നല്ലതുപോലെ പറ്റിപ്പിടിച്ചോളും. ഇനി ഇതുപോലെ ഫ്രണ്ടിലും സ്ലീവിലും ചെയ്തെടുക്കാം. ഇനി നീഡിൽ എടുത്ത് ത്രെഡ് കയറ്റി ഓരോ ബീഡ്സായിട്ട് ഇതുപോലെ തയ്ച്ച് പിടിപ്പിക്കാം. ആദ്യത്തെ വരിയിൽ ഒരു 5 എണ്ണം മതിയാകും. അതിന് താഴെ നടുക്കായിട്ട് രണ്ടാമത്തെ വരിയിൽ ഒരു 3 ബീഡ്സ് വീതം തയ്ച്ച് പിടിപ്പിക്കാം. അങ്ങനെ തുടരെയായിട്ട് ചെയ്ത് ഈ നെക്കിന് ചുറ്റും ചെയ്തെടുക്കാം. ഇതുപോലെ നെക്കിന് ചുറ്റും സ്ലീവിൻ്റെ 2 അറ്റത്തുമായിട്ട് ബീഡ്സ് മുഴുവനും തയ്ച്ച് തീർത്തിട്ടുണ്ട്. ഇനി മിററിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആങ്കർ ത്രെഡ് സൂചിയിലൂടെ കടത്തിയെടുത്തിട്ടുണ്ട്. മിററിൻ്റെ മിഡിൽ ഭാഗത്തു നിന്നും എതിർദിശയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് മിററിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓരോ അറ്റത്തും 3 സ്റ്റിച്ച് വീതം മതിയാകും. അങ്ങനെ മുഴുവൻ മിററും തയ്ച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഭംഗിയുള്ളൊരു ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.